PV അൻവർ ഒരു മണ്ടനാണെന്ന് ധരിച്ചിരുന്നവർക്ക് തെറ്റി. അതിബുദ്ധിമാനാണ്. ഒപ്പം താൻ രാഷ്ട്രീയത്തിലെ ഒരു കള്ളനാണയമാണെന്ന് കൂടി കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തോടുകൂടി തെളിയിച്ചു. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഗജ ഫ്രോഡാണെന്ന് വിളിക്കേണ്ടി വരുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? എന്തെല്ലാമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണിച്ചു കൂട്ടുന്നത്? ഇന്നലെ വിളിച്ചു പറഞ്ഞതിന് വല്ല അന്തവും കുന്തവും ഉണ്ടോ? ഏതായാലും നിലമ്പൂരിൽ താൻ മത്സരിക്കുന്നില്ലെന്ന തീരുമാനം ഒരു അതിബുദ്ധിമാന്റെ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്. UDF-ൽ അംഗത്വം നൽകണമെന്ന അൻവറിന്റെ മിനിമം ഡിമാൻഡിൽ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ UDF-ന് മുന്നോട്ട് പോകാനും വയ്യ. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. യഥാർത്ഥത്തിൽ അത് UDF-ന് ചെക്ക് വെച്ചത് തന്നെയാണ്. പക്ഷെ UDF-ന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള അൻവറിന്റെ നിർദ്ദേശം ഒരു ഇരുതല വാളാണ്. ജനസംഖ്യയുടെ 40.8% ഹിന്ദുക്കളും 46.6% മുസ്ലിങ്ങളും 12.6% ക്രിസ്ത്യാനികളുമുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ ക്രിസ്ത്യാനിയായ DCC പ്രസിഡന്റ് ജോയിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർദ്ദേശിച്ചത് തന്റെ ആത്മമിത്രമായ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ പറഞ്ഞാൽ അതുകൊണ്ട് അത് തന്നെ UDF അംഗീകരിക്കുകയില്ല. അപ്പോൾ പിന്നെ ജോയിയെ കുറിച്ച് പ്രകീർത്തിച്ചിട്ട് അയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDF, അതായത് കോൺഗ്രസ്, ഷൗക്കത്തിന് സീറ്റ് കൊടുത്തോളൂ. ഇതൊരു ചെറിയ ബുദ്ധിയാണെന്ന് കരുതരുത്. ഇതുകൊണ്ടാണ് പറഞ്ഞത് അൻവർ ഒരു കള്ള നാണയമാണെന്ന്. കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി ഒരു യൂട്യൂബ് ചാനലിൽ അൻവർ രാജിവെച്ച് ലീഗിൽ ചേരുമെന്നും സർക്കാരിനെ കുഴപ്പത്തിലാക്കുമെന്നും പറഞ്ഞിരുന്നു. അതിന് മറുപടിയായി അന്ന് അൻവർ പറഞ്ഞത് എന്താണെന്നറിയാം? 600-ൽ പരം സഖാക്കൾ സ്വന്തം വീട്ടുകാര്യത്തിനല്ല രക്തസാക്ഷികളായത്. താനും ആ രക്തസാക്ഷികളുടെ പാതയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് യെല്ലോ യൂട്യൂബറെ രാജിവെക്കാനും സർക്കാരിനെ കുഴപ്പത്തിലാക്കാനും ലീഗിൽ പോകാനും ഒക്കെ തന്റെ തന്തയല്ല എന്റെ തന്ത എന്നാണ് അൻവർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണിച്ചതിന്റെ പേരാണോ രക്തസാക്ഷിത്വം? മരിച്ചുപോയ ആ മഹാനായ പിതാവിനെ ഇത്രയും താറടിക്കണമായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം അൻവറിന്റെ തന്ത ആരാണെന്നാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം ദ്വയാർത്ഥം അത് വലിയ പുലിവാരാണ്, കേസും കോടതിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അൻവർ രാഷ്ട്രീയത്തിലെ ഒരു കള്ളനാണയമാണ്. VD സതീശനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ടാണെന്ന് അൻവർ പറഞ്ഞു. ആരെങ്കിലും പറയുന്നത് കേട്ട് സത്യം അന്വേഷിക്കാതെ വിളിച്ചു പറയുന്നവനായി പോയല്ലോ ഈ അൻവർ. ഇനി UDF-ൽ പ്രവേശിച്ചാലോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഇതുപോലെ വങ്കത്തരങ്ങൾ പറയാൻ പറഞ്ഞാൽ വിളിച്ചു പറയുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല അത്. ഒടുവിൽ മുതലക്കണ്ണീർ പോലെ ഒരു മാപ്പ് പറച്ചിലും. മാപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ടെന്നാണ് സതീശൻ മനസ്സിൽ പറഞ്ഞതെങ്കിലും UDF പ്രസ്ഥാനത്തിന് മാത്രമല്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒടുവിൽ മാപ്പപേക്ഷ സ്വീകരിച്ചു. ഏത് ബാധ വന്നാലും പൂവൻ കോഴിക്ക് കിടക്കപ്പുറത്തില്ലെന്നാണ് പറയുന്നത്, പണ്ടുള്ളവർ പറയുന്നത്. അതുപോലെ ഇപ്പൊ ആർക്കും പുറത്തു കയറി ചവിട്ട് നാടകം കളിക്കാവുന്ന ആളാണ് P ശശി. ഒരു ശശിയും പറഞ്ഞ കാര്യമല്ല അൻവർ വിളിച്ചു പറഞ്ഞത്. VD സതീശനെ ഒതുക്കി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുപ്പായം തേച്ചു നടക്കുന്ന ആളാണ് PV അൻവർ സ്പോൺസർ. അയാളുടെ ഉപദേശം ശിരസാവഹിച്ചുകൊണ്ട് ചെയ്തു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇയാൾ ഒരു കള്ള നാണയമാണെന്ന്. അൻവറിന് ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. മോഹം മനുഷ്യനെ ഏതെല്ലാം രീതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അൻവറിന്റെ ഈ പ്രവൃത്തികൾ. അൻവറിന്റെ ഏറ്റവും വലിയ ദുഃഖം കാട്ടുമൃഗങ്ങളുടെ ആക്രമണമാണ്. അൻവറിന്റെ വിലാപം കേട്ടാൽ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അൻവറിന്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷവും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരിക്കലെങ്കിലും അൻവർ അത് ആലോചിച്ചിട്ടുണ്ടോ? ഇതിനല്ലേ നാട്ടുഭാഷയിൽ മുതലക്കണ്ണീർ എന്ന് പറയുന്നത്. 2026-ലെ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് വരാവുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-നെ ജയിപ്പിച്ചെടുത്താൽ അതൊരു രാഷ്ട്രീയ വിജയമാകുമെന്ന കണക്കൂട്ടൽ കോൺഗ്രസിനും അൻവറിനുമുള്ള നിലയ്ക്ക് അൻവറിന്റെ ഈ രാഷ്ട്രീയ നീക്കം ശരിയാണെന്ന് പറയാതെ വയ്യ. UDF-ലെ കുസൃതിക്കാർ പറയുന്നത് മറ്റൊരു കഥയാണ്. തോൽവി ഭയന്നാണ് അൻവർ നിലമ്പൂരിനെ ഉപേക്ഷിക്കുന്നതെന്ന്. വിജയസാധ്യതയുള്ള ഒരു സീറ്റും മന്ത്രിസ്ഥാനവും ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അഭ്യാസമാണിതെന്നാണ് അവർ പറഞ്ഞു വരുത്തുന്നത്. കാരണം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് 2700 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും 5000-ഓളം വോട്ട് ആ മണ്ഡലത്തിൽ സ്വന്തമായുള്ള മാണി ഗ്രൂപ്പിന്റെ മുന്നണി പ്രവേശനം കഴിഞ്ഞ്. മലങ്കര, ലത്തീൻ, സുറിയാനി, ഓർത്തഡോക്സ്, യാക്കോബായ മുതലായ മുഴുവൻ ക്രൈസ്തവ വിഭാഗത്തിനും കാര്യമായി പേരുള്ള സ്ഥലമാണ് നിലമ്പൂർ. ഏറ്റവും പുതിയ കാനേഷ്മാരി അനുസരിച്ച് 12.5% വോട്ട് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നിലമ്പൂരിലുണ്ട്. മറ്റൊരു PC ജോർജായി മാറുവാനുള്ള നീക്കമാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ദീദിയെയും കോൺഗ്രസിനെയും കൂടി തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജിനെ പോലെ ആർക്കും വേണ്ടാത്തവനായി പെരുവഴിയിൽ കിടക്കാം. ആർക്കും വേണ്ടാതെ നടന്ന കാലത്ത് നിലമ്പൂർ സീറ്റ് കൈവെള്ളയിൽ വെച്ച് തന്ന് 2 തവണ ജയിപ്പിച്ചെടുത്ത പിണറായിയെയും മാർക്സിസ്റ്റ് പാർട്ടിയും 7 തവണ തള്ളി പറഞ്ഞുവെങ്കിൽ കോൺഗ്രസിനെയും ദീദിക്കും മറ്റൊരു അനുഭവമായിരിക്കില്ല. ഇപ്പോൾ ജനം കൗതുകത്തോടുകൂടി നോക്കിയിരിക്കുന്നത് അൻവർ എന്നാണ് ദീദിയെ തള്ളിപ്പറയുന്നതെന്നാണ്.
ബംഗാളികൾക്കെല്ലാം ഇപ്പോൾ മലയാളം അറിയാം. അവന്മാർക്ക് വെളിവും വെള്ളിയാഴ്ചയൊന്നുമില്ല. പിണറായിയുടെ സഖാക്കളെ പോലെയും അല്ല. ഒരു മയവും ഇല്ലാതെ നിലമ്പൂർ ടൗണിലൂടെ അവന്മാർ ഓടിച്ചിട്ട് തന്നെ. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പിന്നെ അവർക്കും ആശ്വസിക്കാം, ബംഗാളികൾക്കൊരു നേതാവായല്ലോ എന്ന്.